കപ്പിൾസൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു ഏരിയ. പല സിനിമകളിലും നമ്മൾ കണ്ട ഒരു രംഗം നമുക്കൊരു മനസ്സിനൊരു ഫീലിംഗ് നൽകുന്ന ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ റെയിൽവേയിൽ യാത്ര ചെയ്തോല് ഈ സ്ഥലത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കാം. ഫുള്ള് പോയി കണ്ടോളിട്ടോ, നല്ല രസമുള്ള സ്ഥലമാണ്. നമ്മൾ ബാക്കിൽ കണ്ട കാഴ്ചകൾ കണ്ടില്ല, അത് ഫുള്ള് കാണാൻ ചാനൽ ഫുള്ള് കണ്ടോളി, വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്താൽ കണ്ടോളി. അപ്പം ഫുൾ സപ്പോർട്ട് ചെയ്യണേ നമ്മളെ ചെക്കന്മാരാട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ ചെറുകര റെയിൽവേ സ്റ്റേഷൻ, അതിമനോഹരമായ കേരളത്തിലെ ഒരു ഇടം പിടിച്ചൊരു ചെറുകര റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോണേ വരാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ചെറുകര സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കവാടത്തു നിന്നുള്ള വീഡിയോ നിങ്ങൾ ഇൻ്റർവ്യൂ വീഡിയോ കണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലോട്ടോ. ഷൊർണൂർ ടു നിലമ്പൂർക്കുള്ള ഏക പാതയാണിത്. പക്ഷേ ഈ പാതയിലൂടെ റെയിൽവേയിൽ സഞ്ചരിച്ചവർക്ക് അത് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് സഞ്ചരിച്ചിട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ വീഡിയോ അറിയിക്കുക. ഒരു തേക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കൂടെ, അതുപോലെ തന്നെ കാട് പ്രദേശത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ യാത്ര ചെയ്യുന്ന വേണം. ആരെങ്കിലും ഈ റൂട്ടിൽ യാത്ര ചെയ്തവരുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റിലൂടെ അറിയിക്കാം. ഒരു അതേമാതിരി തന്നെ ഈ റൂട്ടിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തേക്കുള്ള സ്ഥലം. ഈ റൂട്ട് നേരെ പോണ നിലമ്പൂർക്കാട്ടോ. കാടിലൂടെ ഒക്കെ പോണ ഒരു ഫീലിംഗ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതുവരെ റെയിൽവേയിൽ യാത്ര ചെയ്തോല് ഈ സ്ഥലത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കാം. കാരണം വെച്ചാൽ നമുക്ക് പല സിനിമകളിലും നമ്മൾ കണ്ട ഒരു രംഗം നമുക്കൊരു മനസ്സിനൊരു ഫീലിംഗ് നൽകുന്ന ഒരു റെയിൽവേ റൂട്ടാണ്. അപ്പോൾ വലിയൊരു സംഭവം ഇല്ലെങ്കിലും നമുക്ക് കാണാൻ വലിയൊരു ലോകമാണ്. അതുപോലെ തന്നെ ഇരു സൈഡുകളിലും തേക്ക്, അതുമാതിരി ആല്, പിന്നെ ഒരു നമുക്ക് നോസ്റ്റാൾജിയ ഫീലിംഗ്, കപ്പിൾസൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു ഏരിയ. എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ട്രെയിനിൽ കയറേണ്ട ആവശ്യമില്ല, ഇവിടെ വന്നിരിക്കാൻ. അത്രക്കും ഒരു മനസ്സിന് കുളിർമ നൽകുന്ന ഒരു സ്റ്റേഷനും കൂടിയാണിത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ ഇവിടെ വന്ന് കയറിയതാണ്. അപ്പോൾ കയറിയപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നമുക്കൊരു താല്പര്യം തോന്നി. അപ്പോൾ ഒരു വീഡിയോ എടുത്താൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കൂടെ ബെല്ലൈക്കണും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ കിട്ടി, നമ്മൾ സബ്സ്ക്രൈബേഴ്സുകളാണ്. അപ്പോൾ ചെറുകര സ്റ്റേഷനിൽ കിട്ടിയ എൻ്റെ പേരാണ് ബിജു നാരായണൻ ലീഗില്. അപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്യണേ നമ്മളെ ചെക്കന്മാരാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു.